അപ്പോൾ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്നുള്ള ഭാഗത്തിന്റെ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഓൾജിബ്ര ഓഫ് സീക്വൻസ്. ആ ചാപ്റ്ററിലെ അടുത്ത ഭാഗമാണ് കേട്ടോ. ഓൾജിബ്ര ഓഫ് സീക്വൻസസ് നോക്കാം. അപ്പൊ എന്താണ് ഈ വേർഡ് ഓൾജിബ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം മീഡിയംകാരാണെങ്കിൽ ബീജഗണിതം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓൾജിബ്ര അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് സീക്വൻസ് പലതരത്തിലുണ്ടാവാം. അപ്പൊ നമുക്ക് അതിനൊക്കെ ജനറൽ ആയിട്ടൊരു റെപ്രസെന്റേഷൻ കൊടുക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയാ ഓൾജിബ്ര ഓഫ് ദാറ്റ് സീക്വൻസ് എന്ന് പറയാൻ പറ്റുക. അപ്പൊ നമുക്കിപ്പോ ഒരു എക്സാമ്പിളിന് ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ സ്ക്വയേഴ്സ് ഉണ്ട്. എന്തുണ്ട്? സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പൊ സ്ക്വയേഴ്സിന് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ലേ? അപ്പൊ നമ്മളിപ്പോ സപ്പോസ് നമ്മുടെ കയ്യിലുള്ള സ്ക്വയേഴ്സ് പല സൈസിലുള്ള സ്ക്വയേഴ്സ് ഉണ്ട്. സപ്പോസ് ഫസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്ത് 1 സെന്റിമീറ്റർ സൈഡ് ഉള്ളതുണ്ട്. അതുപോലെ തന്നെ എത്രയുണ്ട് 2 സെന്റിമീറ്റർ സൈഡ് ഉള്ളതുണ്ട്. ഈ ഒരു സീക്വൻസിലാണ് നമ്മുടെ സ്ക്വയേഴ്സ് ഇരിക്കുന്നത്. അടുത്തപ്പോൾ എന്താവും? ഒരു 3 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ പോവും. ഓക്കെ, ഈ ഒരു സീക്വൻസിലുള്ള സ്ക്വയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? അപ്പൊ ഇതിന്റെ പെരിമീറ്ററും ഒരു സീക്വൻസിലായിരിക്കും. ആണോ? പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തിന്റെ പെരിമീറ്റർ എന്ത് വരും? ചുറ്റളവ്, ചുറ്റുള്ള അളവ്. 4 വട്ടം കൂട്ടണ്ടേ? 1 + 1 + 1, അപ്പൊ 4 വട്ടം കൂട്ടണം. അപ്പോൾ പെരിമീറ്റർ ഏത് സീക്വൻസിലായിരിക്കും? ഫസ്റ്റത്തെ 4 സെന്റിമീറ്റർ ആയിരിക്കും. രണ്ടാമത്തേന് എന്ത് വരും? 2 × 4 എന്ന് വരും. ആണോ? 8 സെന്റിമീറ്റർ വരും. മൂന്നാമത്തേന്റെ പെരിമീറ്റർ എന്ത് വരും? 3 × 4 12 സെന്റിമീറ്റർ എന്ന് വരും. അപ്പോൾ ഈ സീക്വൻസ് ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇതിനെ ഓൾജിബ്രായിക്കലി പറഞ്ഞൂടെ? ഇത് എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 1 സെന്റിമീറ്റർ ആകുമ്പോൾ എന്തായിരുന്നു? 4 സെന്റിമീറ്റർ ആണോ? 2 സെന്റിമീറ്റർ ആകുമ്പോൾ 8 സെന്റിമീറ്റർ. അപ്പൊ 12 സെന്റിമീറ്റർ ആകുമ്പോൾ 3 സെന്റിമീറ്റർ ആകുമ്പോൾ പെരിമീറ്റർ 12 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും എന്താണ്? നമുക്കിതിനെ 4n എന്ന് പറഞ്ഞൂടെ? xn = അപ്പൊ ഇതിലിപ്പോ നമ്മളോട് 4n ഈ ഒരു സീക്വൻസിലെ അതിന് മുന്നേ ടേമും കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട്, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സീക്വൻസ് എഴുതി. ഇതാ 1 4 7 ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ ഇതിൽ നമുക്കിത് ശരിക്കും ഓരോ പൊസിഷൻ ആണല്ലോ. ഇത് ശരിക്കും എന്താണ്? ഫസ്റ്റ് പൊസിഷൻ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കും ഫസ്റ്റ് ടേം എന്ന് വിളിക്കും. ഓക്കെ, ഇത് ഫസ്റ്റ് ടേം എന്ന് വിളിക്കും. അടുത്തത് ഈ സീക്വൻസിൽ ആരാ? ഇത് സെക്കൻഡ് ടേം എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇനി തേർഡ് ടേം ഇങ്ങനെ പോകും. അപ്പൊ ഇനി നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ ഒരു nth ടേം ഉണ്ടാവും കരുതുക. nth ടേം ഇവിടെ ഉണ്ടാവും. ആണോ? അപ്പൊ ഈ nth ടേമിനുള്ള റെപ്രസെന്റേഷൻ, nth ടേമിനുള്ള ഇക്വേഷൻ ഈ ഒരു സീക്വൻസിൽ 4 8 12 എന്ന് പറയുന്ന സീക്വൻസിൽ nth ടേമിനുള്ള റെപ്രസെന്റേഷൻ ആണ് 4n. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഈ സീക്വൻസിലെ ആറാമത്തെ ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് S6 കണ്ടാൽ മതി. അപ്പൊ 4 × 6 എന്ന് പറയുന്നതായിരിക്കും അതിൽ ആറാമത്തെ ആള്. 24 ആയിരിക്കും ആറാമത്തെ ആള്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 12 വന്നു. അടുത്ത എന്ത് വരും? അപ്പോൾ 3 സെന്റിമീറ്റർ ആകുമ്പോൾ 12, 4 സെന്റിമീറ്റർ ആകുമ്പോൾ 16 വന്നു. ഓക്കെ ആണോ? 5 സെന്റിമീറ്റർ ആകുമ്പോൾ എന്ത് വരും? 20 സെന്റിമീറ്റർ വരും. ഓക്കെ, അതേമാതിരി 6 ആകുമ്പോൾ എന്ത് വരും? 6 × 4 24 വരും. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഈ ജനറൽ ടേം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവണം. അപ്പൊ ഇതിന്റെ ഈ സീക്വൻസിന്റെ ഓൾജിബ്രായിക് റെപ്രസെന്റേഷൻ ആണ് എന്ത്? xn = 4n. ചെറിയൊരു ഐഡിയ ഉണ്ടാവും കരുതുന്നു. നമുക്ക് 2-3 എക്സാമ്പിൾ കൂടി നോക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സീക്വൻസിന്റെ എന്ത് പറയാൻ പറ്റും? ഏരിയാസ് ഉണ്ടാവില്ലേ? അതായത് ഈ സ്ക്വയേഴ്സിനുള്ള ഏരിയ ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് ഏരിയ എന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫസ്റ്റ് സ്ക്വയറിന്റെ ഏരിയ, സൈഡ് എത്രയാണോ സൈഡിന്റെ സ്ക്വയർ. അപ്പൊ 1ന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തന്നെ. അപ്പോൾ 1 സെന്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ് ഞാൻ എഴുതുന്നില്ല അപ്പോൾ തൽക്കാലത്തിന്. അടുത്ത് എന്ത് വരും? 2 സെന്റിമീറ്റർ സൈഡ് ആകുമ്പോൾ 2ന്റെ സ്ക്വയർ 2 സ്ക്വയർ 4 വരും. അടുത്ത് എന്ത് വരും? 3ന്റെ സ്ക്വയർ 9 വരും. അടുത്ത് എന്ത് വരും? 4ന്റെ സ്ക്വയർ 16 വരും. ഇതിങ്ങനെ പോകും. അപ്പൊ ഇതിനും നമുക്കൊരു ജനറൽ ടേം പറഞ്ഞൂടെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിന്റെ ജനറൽ ടേം നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? ഇത് ഫസ്റ്റത്തെ എന്തായിരുന്നു? ഫസ്റ്റ് പൊസിഷനിലുള്ളത് കിട്ടാൻ 1ന്റെ സ്ക്വയർ, രണ്ടാമത്തെ പൊസിഷനിലുള്ളത് കിട്ടാൻ 2ന്റെ സ്ക്വയർ, മൂന്നാമത്തെ പൊസിഷനിലുള്ളത് കിട്ടാൻ 3ന്റെ സ്ക്വയർ, നാലാമത്തെ പൊസിഷനിലുള്ളത് കിട്ടാൻ 4ന്റെ സ്ക്വയർ. അപ്പൊ nാമത്തെ പൊസിഷൻ, nth ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? n² കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇനി
അതുപോലെ തന്നെ അപ്പോൾ ഏരിയ ആയി. ഇനി നമുക്കൊന്നുകൂടി നോക്കാം. ഈ സ്ക്വയേഴ്സിനൊക്കെ ഡയഗണൽ ഉണ്ടാവില്ലേ? ഡയഗണൽ എന്ന് വെച്ചാൽ അറിയാലോ, വികർണം. ഡയഗണൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഡയഗണൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് ഇങ്ങനെ ഒരു ഡയഗണൽ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഡയഗണൽ ശരിക്കും നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ 1 ഉം 1 ഉം ആണെങ്കിൽ ഞാൻ ഒന്ന് മാത്രം കാണിക്കാം. 1 ഉം 1 ഉം ആണെങ്കിലേ ഇവിടെ എന്ത് വരും? 1 ഉം 1 ഉം ആണെങ്കിൽ പൈതഗോറസ് തിയറം കൊടുക്കുമ്പോൾ √(1² + 1² എന്ന് വരും. അപ്പോൾ √2 ആയിരിക്കും കേട്ടോ. ഇവിടെ എന്ത് വരും? √2 എന്ന് വരും. ഇനിയിപ്പോൾ 2 ഉം 2 ആണെങ്കിൽ ഇതും കൂടി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. 2 ഉം 2 ആണെങ്കിൽ എന്ത് വരും? √2² + 2² എന്ന് വരും. അപ്പോൾ √4 + 4 എന്ന് വരും. അല്ലെങ്കിൽ √8, ഇതിനെ നമ്മൾ 2√2 എന്ന് എഴുതും. അപ്പോൾ ഇതാവുമ്പോൾ ഇവിടെ ആവുമ്പോൾ ഡയഗണൽ എന്ത് കിട്ടി? അപ്പോൾ ഫസ്റ്റ് √2 കിട്ടി, പിന്നെ 2√2 കിട്ടി, അടുത്തത് എന്ത് വരും? 3√2. അങ്ങനെയാണ് കേട്ടോ പോവാ. അപ്പോൾ 1 സെന്റിമീറ്റർ ആവുമ്പോൾ ഡയഗണൽ √2 ആയിരുന്നു. 2 സെന്റിമീറ്റർ ആവുമ്പോൾ ഡയഗണൽ 2√2 ആവും. മറ്റേത് 3√2 ഒക്കെ ചെക്ക് ചെയ്യേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 3√2 സെന്റിമീറ്റർ എന്നൊക്കെ ഉണ്ട്, യൂണിറ്റ് എഴുതുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഈ സീക്വൻസിലെ ജനറൽ ടേം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റത്തെ എന്തായിരുന്നു? 1 × √2 ആണോ? വെറും √2 എന്ന് എഴുതി കഴിഞ്ഞാൽ 1 × √2. രണ്ടാമത്തെ ടേം കിട്ടാൻ 2 × √2. മൂന്നാമത്തെ ടേം കിട്ടാൻ 3 × √2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? n-ാമത്തെ ടേം കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? n × √2. അപ്പോൾ n × √2 എന്ന് പറയുന്നതായിരിക്കട്ടെ ഇക്വേഷൻ. n × √2. n√2 എന്നായിരിക്കും എന്ത്? ഡയഗണലിനുള്ള ഇക്വേഷൻ. അതുകൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നമ്മൾ ഈ സെക്ഷനിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോൾ നമുക്ക് ടേം എന്താണെന്നൊക്കെ ഇവിടെയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആള് ആണോ? അപ്പോൾ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. സെക്കൻഡ് ടേം, തേർഡ് ടേം, nth ടേം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്തു? ആൾജിബ്രായിക് റെപ്രസെൻറ്റേഷൻ പഠിച്ചു. ഇത് കണ്ടു പേടിക്കൊന്നും വേണ്ട. ഡയറക്റ്റ് ഇനിയിപ്പോൾ ഇങ്ങനെ n√2 എന്നും n² എന്നും 4n ഒന്നും എഴുതാൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അതിനൊക്കെ ഉള്ളത് ഈ ചാപ്റ്റർ തന്നെ വരുമ്പോൾ കൃത്യമായ ഫോർമുലയിലൂടെ പഠിക്കും കേട്ടോ. അപ്പോൾ ആൾജിബ്രായിക് റെപ്രസെൻറ്റേഷൻ പഠിച്ചു. ഓക്കെ, നമുക്ക് ഈ സെക്ഷനിലെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ മനസ്സിലാക്കാനുള്ളത്. നമുക്ക് പ്രോബ്ലംസ് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? റൈറ്റ് ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദി സീക്വൻസ് ബിലോ. ഇവിടെ ഓരോ സീക്വൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഒന്നാമത്തെ സീക്വൻസ് തന്നിട്ടുള്ളത് എന്താണ്? ഒന്നാമത്തെ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് നമുക്കറിയാലോ, സിമ്പിൾ അല്ലേ? ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 3, പിന്നെ ആര് വരും? 5, 7 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും, ആണോ? അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് ടേം എങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക? ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം 3 ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഈ 1നെ നമുക്ക് ഫസ്റ്റ് ടേം ആയിട്ടുള്ള 1നെ നമുക്ക് 2 × 1 - 1 എന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റുമോ? 2 എന്ന് ഒന്ന് ഉറച്ച ആണ്. അതേമാതിരി 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2. 2 × 2 എന്തായി? 4 ആയി. 4 - 1 കറക്റ്റ് അല്ലേ? 5നെ നമുക്ക് എങ്ങനെ എഴുതാം? തേർഡ് പൊസിഷനിലുള്ള കിട്ടാൻ നമ്മളപ്പോൾ എന്ത് ചെയ്യും? 2 × 3 - 1. അതേമാതിരി ഫോർത്ത് പൊസിഷനിലുള്ള കിട്ടാൻ, ഫോർത്ത് പൊസിഷൻ 7 ആണല്ലോ ഓഡ് നമ്പേഴ്സിൽ, 2 × 4 - 1. ഐഡിയ കിട്ടിയോ? അപ്പോൾ ഇനി nth ഓഡ് നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഈ സീക്വൻസിലെ nth ഓഡ് നമ്പർ നമ്മൾ xn എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി nth ഓഡ് നമ്പർ കിട്ടാൻ? 2 × n - 1 ആണോ? അപ്പോൾ ഇതായിരിക്കും കേട്ടോ ജനറൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അവിടെ ഒരു പാറ്റേൺ ഉണ്ടാവും. അപ്പോൾ പാറ്റേൺ കാണാൻ മനസ്സിലാക്കുക. ഇനി മനസ്സിലായില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇത് ആ ചാപ്റ്ററിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്ന ഭാഗമാകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത്? 1 റിമൈൻഡർ വരുന്നത്. അപ്പോൾ 1 എന്തായാലും വരും, കാരണം 1/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1/3 ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ത് വരും? 0. 1 തന്നെ വരും റിമൈൻഡർ. ഓക്കെ, അടുത്ത എന്ത് വരും? 3 ആവുമ്പോൾ റിമൈൻഡർ 0. 4 ആവുമ്പോൾ നമുക്ക് 4ൽ എത്ര 3 ഉണ്ട്? 1 3s are 3, റിമൈൻഡർ 1. അപ്പോൾ അടുത്തത് എന്ത് വരും? 4 വരും.
ഇത് കൂടെ അങ്ങനെ 3 കൂട്ടി പോയാൽ മതി. സംശയമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. 4 + 3 7 വരും. അതേമാതിരി 7 + 3 10 വരും. ഇങ്ങനെ പോകും. അപ്പോൾ ഈ സീക്വൻസിന് നമുക്കൊരു ഓൾജിബ്രായിക് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ 3 വെച്ചിട്ടാണല്ലോ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് 3 വെച്ചിട്ട് തന്നെ പറഞ്ഞു നോക്കാം. അപ്പോൾ നമുക്ക് 1നെ എങ്ങനെ എഴുതിക്കൂടെ? 3 × 1 - 2 3 × 1 - 2 എന്ന് എഴുതിക്കൂടെ? ഓക്കെ. 4നെ അതായത് 3 - 2 1. 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 6 6 - 2 4 ആണോ? കറക്റ്റ് ആണോ? 7നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 3 ആണോ? 9 9 - 2 7. ക്ലിയർ ആണോ? ചെറിയൊരു ഐഡിയ കിട്ടിയില്ല. ഒന്നുകൂടി നോക്കാം. 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 4 12 12 - 2 10. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതേമാതിരിയാണെങ്കിൽ nth ടേം എന്ത് വരും? അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? 3 × 1 - 2. സെക്കൻഡ് ടേം കിട്ടാൻ 3 × 2 - 2. തേർഡ് ടേം കിട്ടാൻ 3 × 3 - 2. ഫോർത്ത് ടേം കിട്ടാൻ 3 × 4 - 2. അപ്പോൾ nth ടേം കിട്ടാൻ 3 × n - 2. അപ്പോൾ ഇതായിരിക്കും കേട്ടോ 3n - 2. ജനറൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻറ്റു ഒഴിവാക്കിയിട്ട് എന്ത് എഴുതാം? 3n - 2. വെറുതെ 3n എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 × n എന്നാണ് കേട്ടോ. അതുകൂടെ ഓർമ്മയിൽ വരിക. ഓക്കെ. അപ്പോൾ 3n - 2 എന്ന് വരും കേട്ടോ. ക്ലിയർ ആണോ? അടുത്തത് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ എന്ത് പറഞ്ഞിട്ടുണ്ട്? മൂന്നാമത്തെ എന്ത് പറഞ്ഞിട്ടുണ്ട്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. അപ്പോൾ ഒന്നിൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? 1 11 21 31 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആവില്ലേ? അപ്പോൾ ഫസ്റ്റ് ടേമിനെ നമുക്ക് എന്ത് പറയാം? ശരിക്കും ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. ഒന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 1 - 9 എന്ന് എഴുതിക്കൂടെ? കറക്റ്റ് അല്ലേ? 11നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 2 20 20 - 9 11. കറക്റ്റ് അല്ലേ? 21നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 3 30 30 - 9. കറക്റ്റ് അല്ലേ? അതേമാതിരി ഒന്നുകൂടി നോക്കാം. 31നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 4 - 9 ആണോ? ഫസ്റ്റ് ടേം കിട്ടാൻ 10 × ഒന്നാമത്തെ ടേം കിട്ടാൻ 10 × 1 - 9. രണ്ടാമത്തെ ടേം കിട്ടാൻ 10 × 2 - 9. മൂന്നാമത്തെ ടേം കിട്ടാൻ 10 × 3 - 9. നാലാമത്തെ ടേം കിട്ടാൻ 10 × 4 - 9. അപ്പോൾ എന്നാമത്തെ ടേം കിട്ടാൻ xn കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 10 × n - 9. ക്ലിയർ ആണോ? ഇതുകൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. ഒന്നിലോ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ 6ലോ. അപ്പോൾ 1 6 പിന്നെ ഏത് വരും? പിന്നെ ഒന്നിൽ അവസാനിക്കുന്ന 11 ഉണ്ട്, പിന്നെ 16 ഉണ്ട്, പിന്നെ 21 ഉണ്ട്. ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. ഒന്നിനെ നമുക്ക് 5 × 1 - 4 എന്ന് എഴുതിക്കൂടെ? ഡൗട്ടില്ലല്ലോ. അതേമാതിരി എന്തിനാ 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 2 - 4 എന്ന് എഴുതിക്കൂടെ? ക്ലിയർ അല്ലേ? 11നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 3 15 - 4. ക്ലിയർ ആണോ? 16നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 4 - 4. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ ജനറൽ ടേം അപ്പോൾ എങ്ങനെ എഴുതാം? ഒന്നാമത്തെ ടേം കിട്ടാൻ നമ്മൾ 5 × 1 - 4. രണ്ടാമത്തെ ടേം കിട്ടാൻ 5 × 2 - 4. മൂന്നാമത്തെ ടേം കിട്ടാൻ 5 × 3 - 4. നാലാമത്തെ ടേം കിട്ടാൻ 5 × 4 - 4. അപ്പോൾ എന്നാമത്തെ ടേം കിട്ടാൻ 5 × n - 4. അപ്പോൾ എന്തായിരിക്കും? 5n - 4 ആയിരിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണോ? ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് എഴുതിയിരിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവാം. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. റെഗുലർ പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള പോളിഗൺ. ഫോർ എക്സാമ്പിൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആണോ? എല്ലാ ആംഗിളും 60 ഡിഗ്രി, എല്ലാ സൈഡും ഈക്വൽ. ഇപ്പോൾ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ അങ്ങനെയുള്ള പോളിഗണാണ്. അപ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള പോളിഗണ് അല്ലെങ്കിൽ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള പോളിഗണാണ് നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ക്വയർ ഒരു ഇക്വലാറ്ററൽ പോളിഗൺ ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ റെഗുലർ പെന്റഗൺ, അതായത് 5 സൈഡ് ഉള്ളത് പക്ഷെ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ളതായി അതൊക്കെ എന്താണ്? അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഐഡിയ വേണേ, റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം.
അപ്പോൾ ഫോർ ദ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൽ തുടങ്ങുന്ന സീക്വൻസ്. അപ്പോൾ നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൽ തുടങ്ങുന്ന സീക്വൻസ് അപ്പോൾ എന്താ എഴുതാൻ പറഞ്ഞുള്ളത്? റൈറ്റ് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദ സീക്വൻസ് ഓഫ് സം ഓഫ് ഇന്നർ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേൽ സം ഓഫ് ഇന്നർ ആംഗിൾ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ്. ആണോ? ഇനി സ്ക്വയർ ആവുമ്പോൾ അത് 360 ഡിഗ്രി ആവും. ഓക്കെ, ഇതിങ്ങനെ 150 കൂടി പോവുക ചെയ്യുക. അപ്പോൾ അടുത്ത എന്ത് വരും? 540 വരും. ഒരെണ്ണം കൂടി നോക്കാം. 540 പ്ലസ് 150, അതായത് 5 സൈഡ് ആവുമ്പോൾ, ഇത് എന്തിന്റെ കേസിലാണ്? ഇത് ട്രയാങ്കിളിന്റെ കേസിൽ, അതായത് 3 സൈഡ് ആവുമ്പോൾ, ഇത് 4 സൈഡ് ആവുമ്പോൾ, ആണോ? ഇതെന്താണ്? 5 സൈഡ് ആവുമ്പോൾ. അപ്പോൾ പെന്റഗൺ, റെഗുലർ പെന്റഗണിലാണ് എന്തുണ്ടാവുക? അത് എല്ലാ പെന്റഗണിലും 540 ആണ്. 540 വരും. ഇനി 6 സൈഡ് ആവുമ്പോൾ എന്ത് വരും? 720 വരും. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസ് ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ആൻസർ. ഇതാണ് സീക്വൻസ്. ഇതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതണം. ഇത് എന്തായിരുന്നു? സം ഓഫ് ഇന്നർ ആംഗിൾ ആണ് കേട്ടോ. അതിന്റെ ആൻസർ ആണ് ഇപ്പൊ പറഞ്ഞത്, സം ഓഫ് ഇന്നർ ആംഗിൾ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഒന്ന് എഴുതി വെക്കാം. സം ഓഫ് ഇന്നർ ആംഗിൾസ്. അപ്പൊ ഇതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? ഫസ്റ്റത്തെ 180 ആണോ? ഫസ്റ്റത്തെ ടേം 180 ആയിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ടേം 180, രണ്ടാമത്തെ ടേം 180 ഇൻറ്റു 2 ആണോ? 180 ഇൻറ്റു 3, ഇതെന്താണ്? 180 ഇൻറ്റു 4 ആണോ? അപ്പൊ ഫസ്റ്റത്തെ ടേം കിട്ടാൻ നമ്മൾ 180നെ 1 കൊണ്ട് ഗുണിച്ചു, രണ്ടാമത്തെ ടേം കിട്ടാൻ 180നെ 2 കൊണ്ട് ഗുണിച്ചു, മൂന്നാമത്തെ ടേം 180നെ 3 കൊണ്ട് ഗുണിച്ചു, നാലാമത്തെ ടേം 180നെ 4 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എന്നാമത്തെ ടേം, ഈ സീക്വൻസിൽ എന്നാമത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180നെ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? n കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 180 ഡിഗ്രി ഇൻറ്റു n, ഇതായിരിക്കും എന്ത്? nth ടേം എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പോ അയ്യോ, ഹൈലൈറ്റർ ആണ് ഉദ്ദേശിച്ചത്, മായ്ക്കട്ടെ ട്ടോ. അപ്പോൾ ഇതെന്താണ്? പിന്നെ മക്കളെ, ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്കത് വലിയൊരു ഉപകാരമായിരുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അറിയിക്കുക കേട്ടോ. എന്നാൽ നമ്മൾ അതിനനുസരിച്ച് ക്ലാസ് എടുക്കും. നിങ്ങൾ പറയുന്ന പോലെ ക്ലാസ് എടുക്കും. ഓക്കെ അല്ലേ? എനിവേ നമുക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ കിട്ടി. അപ്പം നമ്മൾ ഏത് പറഞ്ഞു കഴിഞ്ഞു? സം ഓഫ് ഇന്നർ ആംഗിൾ പറഞ്ഞു. അടുത്ത എന്ത് പറയുന്നുണ്ട്? സം ഓഫ് ഔട്ടർ ആംഗിൾ. അപ്പോൾ അവിടെ പിന്നെ ഡൗട്ട് ഒന്നും ഇല്ല, അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഏതൊരു പോളിഗൺ ആണെങ്കിലും സം ഓഫ് ഔട്ടർ ആംഗിൾ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഏതൊരു പോളിഗണും സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർത്ത് വെച്ചോളൂ. സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, അത് 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിന്റെ സീക്വൻസ് ത്രികോണാണെങ്കിൽ അത് സമഭുജ ത്രികോണം, ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിലും 360. ഇനി അടുത്ത റെഗുലർ പോളിഗൺ 4 സൈഡ് ഉള്ളതാണെങ്കിലും 360, 5 സൈഡ് ഉള്ളതാണെങ്കിലും 360 ആണോ? അപ്പൊ ഇതിന്റെ nth ടേം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? 360 ഡിഗ്രി തന്നെയാണ്. അപ്പൊ അത് സിമ്പിൾ ആണ്. ആണോ? ഒരു ഡൗട്ട് വരാനൊന്നുമില്ല. ക്ലിയർ അല്ലേ? അടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ. ഒരു ഇന്നർ ആംഗിളിന്റെ മെഷർ ചോദിച്ചിട്ടുള്ളത് നോക്കാം. അടുത്തത് മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ. ഞാൻ 1, 2 എന്നൊക്കെ ഇട്ട് എഴുതുന്നത് വേർതിരിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യനിൽ അങ്ങനെ വേറെ നമ്പർ ഇട്ട് ചോദിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, എനിവേ ഞാൻ അങ്ങനെ എഴുതുന്നുണ്ട്. അപ്പൊ അടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? അപ്പൊ ഇതെന്തായിരുന്നു? സം ഓഫ് ആൻ ഔട്ടർ ആംഗിൾ ആയിരുന്നു കേട്ടോ. അടുത്ത നമ്മൾ എന്ത് എഴുതണം? മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ ആണോ? ഒരു ആംഗിളിന്റെ മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ. അപ്പൊ ഒന്ന് നോക്ക്, ട്രയാങ്കിളിന്റെ ടോട്ടല് 360 ആണ്. പിന്നെ ഇത് റെഗുലർ പോളിഗൺ ആണല്ലോ, അപ്പൊ എല്ലാം തുല്യമായിരിക്കും. അപ്പൊ ഒരു ആംഗിൾ എന്ത് വരും? അല്ല, ട്രയാങ്കിളിന്റെ ടോട്ടൽ 180 ആണ്. അപ്പൊ 180/3 എന്ന് വരും. ആണോ? അതല്ലേ ഫസ്റ്റ് 60 എന്നൊക്കെ എഴുതാം. പക്ഷെ നമ്മൾ സീക്വൻസ് കാണാൻ വേണ്ടിയിട്ട് ഒരു പാറ്റേൺ കിട്ടണമല്ലോ. അപ്പൊ എന്ത് വരും? 180/3 എന്ന് എഴുതാം. ക്ലിയർ ആണോ? അടുത്ത് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ എന്ത് വരും? അപ്പൊ ഫസ്റ്റ് ടേം 180/3. അടുത്തത് 360. അതിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 സൈഡ് അല്ലേ? അപ്പൊ ഒരു ആംഗിൾ കിട്ടണമെങ്കിൽ 360/4. അടുത്ത എന്ത് വരും? 540/5 എന്ന് വരും. അടുത്ത എന്ത് വരും? 720/6 ആണോ? അപ്പൊ ഇതിന്റെ ന്യൂമറേറ്റർ ശരിക്കും എന്താണ്? ന്യൂമറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 180ന്റെ ഗുണനങ്ങളാണ്. അപ്പൊ അതിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ന്യൂമറേറ്റർ എന്ത് വരും? 180 തന്നെ. താഴെ പിന്നെ എന്താണ്? ഫസ്റ്റ് ടേമിന്റെ സ്ഥാനത്ത് 3 ആണ്. അപ്പൊ എന്താണ്? 1 + 2, അതായത് ഫസ്റ്റ് ടേമിന്റെ സ്ഥാനത്ത് 3, 2 കൂടിയത്. രണ്ടാമത്തെ ടേമിന്റെ സ്ഥാനത്ത് 4, 2 കൂടിയത്. അഞ്ചാമത്തെ സ്ഥാനത്തിന്റെ
മൂന്നാമത്തെ ടേമിന്റെ സ്ഥാനത്ത് 5 2 കൂടിയത്, നാലാമത്തെ ടേമിന്റെ സ്ഥാനത്ത് 6 2 കൂടിയത്. അപ്പൊ എന്നാമത്തെ ടേമിന്റെ സ്ഥാനത്ത് n+2 ആയിരിക്കും, 2 കൂടിയത് വേണ്ടേ, അപ്പൊ n+2 ഇതായിരിക്കും ആൾജിബ്രായിക് റെപ്രസെന്റേഷൻ. ഓക്കെ, xn ഈക്വൽ ടു 180 n/n+2 ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത എന്ത് പറയുന്നുണ്ട്, മെഷർ ഓഫ് എൻ ഔട്ടർ ആംഗിൾ. അപ്പൊ അതും കൂടി നോക്കാം കേട്ടോ, ഇവിടെ സൈഡിൽ എഴുതുന്നുണ്ട്. മെഷർ ഓഫ് ആൻ ഔട്ടർ ആംഗിൾ, ഒരു ഔട്ടർ ആംഗിളിന്റെ മെഷർ. അപ്പോൾ ഞാൻ പറഞ്ഞു സം ഓഫ് ഔട്ടർ ആംഗിൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ എന്ത് വരും, ട്രയാംഗിളിന്റെ ആകെ 360 ഉള്ളത്, അപ്പോൾ 360/3 ആയിരിക്കും ഒരു ഔട്ടർ ആംഗിൾ. ഇനി അത് സ്ക്വയർ ആകുമ്പോഴും ടോട്ടൽ 360 അല്ലേ ഉള്ളൂ, അപ്പോൾ എന്ത് വരും, ഒരു ആംഗിൾ 360/4 എന്ന് വരും ആണോ. അടുത്ത എന്ത് വരും, 360/5 എന്ന് വരും ആണോ. ഇത് നോക്കാം, താഴെ ഇതിന്റെ ജനറൽ ടേം എഴുതാൻ വലിയ പണിയൊന്നുമില്ല. xn എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, മുകളിൽ മാറ്റല്ല, എപ്പോഴും 360 ആണ് ആണോ. അത് nth ടേം ആണെങ്കിലും 360 ആവും. താഴെ ഫസ്റ്റ് ടേം ആകുമ്പോൾ 1+2, സെക്കൻഡ് ടേം ആകുമ്പോൾ 2+2, തേർഡ് ടേം ആകുമ്പോൾ 3+2, അപ്പൊ nth ടേം ആകുമ്പോൾ n+2 ഇതായിരിക്കും കേട്ടോ nth ടേം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. Then moving to the last question of this section. Okay, അപ്പോൾ ലാസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്, നമുക്ക് പോവാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ചോദ്യം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. ഇവിടെ എന്ത് തന്നിട്ടുണ്ടെന്ന് അറിയോ, നമുക്ക് 3 ചതുരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ വലിയ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ഉണ്ടോ ഫസ്റ്റത്തെ ഫിഗറിൽ നോക്കേ, ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ട്രയാങ്കിളിനെ മിഡ് പോയിന്റ്സ് ഉണ്ടാവില്ല ഓരോ സൈഡിനും, മധ്യബിന്ദു, അത് നമ്മൾ ജോയിൻ ചെയ്ത് ഒരു സെന്ററിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. എന്നിട്ട് ആ ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്തു, മുറിച്ച് കളഞ്ഞു. മിഡിൽ ട്രയാങ്കിൾ, റെഡ് ട്രയാങ്കിൾ ഓഫ് ദി ഫസ്റ്റ് പിക്ചർ. ഓക്കെ, ദ സെക്കൻഡ് പിക്ചർ ഈസ് ഗോട്ട് ബൈ റിമൂവിങ് സച്ച് എ മിഡിൽ ട്രയാങ്കിൾ. ഓക്കെ, നമ്മളങ്ങനെ മുറിച്ച് കളഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ചോദിച്ചിട്ടുള്ളത് എന്താ അറിയോ, അപ്പോൾ ഓരോ ഫിഗറിലും അങ്ങനെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതില് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തതിൽ എന്തുണ്ടാവും, ഇതിൽ വീണ്ടും ഇങ്ങനെ നമുക്ക് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തുകൂടെ ഓരോ സൈഡിന്റെയും ഓരോ ട്രയാങ്കിളിന്റെയും. എന്നിട്ട് ആ പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഓരോ ഫിഗർ പ്രൊസീഡ് ചെയ്യുന്നോറും അത് അങ്ങനെ പോകും. അപ്പൊ ശ്രദ്ധിക്കുക, ഫസ്റ്റത്തെ ചോദ്യം എന്താണ്, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ദ പിക്ചർ. ഫസ്റ്റത്തെ ട്രയാങ്കിൾ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്, 3 ആണ് ആണോ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ശരിക്ക് ഈ ഒരു ട്രയാങ്കിൾ അല്ലേ ഇവിടെ ഇരിക്കുന്നത്, നോക്കാം. ഈ ഒരു ട്രയാങ്കിളില് 3 എണ്ണം അല്ലേ, അങ്ങനത്തെ എത്ര ഉണ്ട്, 1 2 3. അപ്പൊ എന്ത് വരും, 3 × 3 എന്ന് വരും, 9 എണ്ണം ഉണ്ടാവും ആണോ. അപ്പൊ അതേമാതിരി ഇത് നോക്കാം, അങ്ങനത്തെ ഈ ഒരു ട്രയാങ്കിൾ ആണ് ഇവിടെ ഇരിക്കുന്നത് ആണോ. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്, 1 2 3. 3 × 3 × 3 × 3, അപ്പൊ 3 × 3 × 3 എന്ന് വരും. അപ്പൊ എന്ത് വരും, 27. ഐഡിയ കിട്ടിയോ. അപ്പൊ ഈ സീക്വൻസ് ഇങ്ങനെ പോകുന്നുണ്ടാവും. ശരിക്കും ഇതിന്റെ ജനറൽ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, 3ന്റെ പവറുകളല്ല ഇത്, 3⁻1 ആണ്, 3⁻2 ആണ്, 9, 3³ ആണ്, 27. അപ്പോൾ nth ടേം, ഈ സീക്വൻസിന്റെ nth ടേം എന്തായിരിക്കും, 3⁻n ആയിരിക്കും. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എഴുതാം. ഓക്കെ, എഴുതിത്തരാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഹൗ മെനി നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ്, നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസിന്റെ സീക്വൻസ്, റെഡ് ട്രയാങ്കിൾസ്. ഇപ്പൊ ഫസ്റ്റ് ഫിഗറിൽ എത്ര എണ്ണം ആയിരുന്നു, ഫസ്റ്റ് ഫിഗറിൽ 3 ആയിരുന്നു. സെക്കൻഡ് ഫിഗറിൽ ആയപ്പോ എന്തായി, സെക്കൻഡ് ഫിഗർ ആയപ്പോ 3 × 3 ആയി ആണോ. അങ്ങനത്തെ 3 എണ്ണം, 1 2 3 എണ്ണം. ഇനി തേർഡ് ഫിഗർ ആവുമ്പോ അങ്ങനത്തെ എത്ര എണ്ണം വരും, ഇതിലിപ്പോ ഈ ഒരു ട്രയാങ്കിൾ ആണ് ഈ ഇരിക്കുന്നത്, അങ്ങനത്തെ 3 എണ്ണം. അപ്പൊ ഈ 3 × 3 അതിന്റെ കൂടെ ഒരു 3നെയും കൂടി ഗുണിക്കണം ആണോ. അപ്പൊ ഇത് എന്ത് വരും, 9 വരും, 27 വരും. അപ്പൊ നമുക്ക് ആ സീക്വൻസ് എഴുതിക്കൂടെ. therefore the sequence എന്ന് പറയുന്നത് എന്താവും, 3 9 27. ഇതിന്റെ ഓൾജിബ്രായിക് ഇത് എന്ത് വരും നോക്കാം. xn എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 3⁻n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിൾ, അതായത് ഇതിൽ കട്ട് ചെയ്യാത്ത വലിയ ട്രയാങ്കിളിന്റെ ഏരിയ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന്റെ ഏരിയ. അപ്പോൾ ഇത്
പറഞ്ഞതിന്റെ അർത്ഥം ഈ ഒരു വലിയ ട്രയാങ്കിൾ കണ്ടോ, ഇതിന്റെ ഏരിയയാണ് ഇവര് 1 പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ടോട്ടൽ ഏരിയ 1 ആണ്. നമ്മൾ ഇത് നോക്കാം, ഇതിന് നമ്മൾ 4 ആക്കി മുറിച്ചില്ലേ, 1 2 3 4. അപ്പോൾ കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. അപ്പൊ ഇതില് ഒന്നിന്റെ ഏരിയ എന്താവും, 1/4, കാൽ ഭാഗം അല്ലേ. ടോട്ടൽ 1 ആണ്, അങ്ങനത്തെ 4 പീസ് ഉണ്ട്. അപ്പൊ 1/4 ആണോ? ഇനി അടുത്തതിന് നോക്ക്. അടുത്തേക്ക് പോകുമ്പോ എന്ത് വരും? ഈ 1/4 ഇതിലെ ഒരു കുഞ്ഞു പീസിനെ, ഒറ്റ കുഞ്ഞു പീസിനെ നമ്മൾ വീണ്ടും 4 പീസാക്കി ആണോ? അപ്പൊ 1/4. അപ്പൊ നമുക്ക് സ്റ്റെപ്പായിട്ട് തന്നെ എഴുതാം. ഫസ്റ്റ് പിക്ചറിന്റെ ഏരിയ എന്ത് വരും? ഫസ്റ്റ് പിക്ചറിന്റെ ഏരിയ എന്ത് വരും? ഫസ്റ്റ് പിക്ചർ ഏരിയ ഓഫ് 1 സ്മോൾ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 1 സ്മോൾ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 വരും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഏരിയ ഓഫ് 1 സ്മോൾ ട്രയാങ്കിൾ ഇൻ ദ സെക്കൻഡ് പിക്ചർ ആകുമ്പോൾ എന്താവും? സെക്കൻഡ് പിക്ചറിലേക്ക് വരുമ്പോ ഈ 1/4 നമ്മൾ വീണ്ടും 4 പാർട്ടാക്കിയാണോ? അപ്പൊ എന്ത് വരും? 1/16 വരും ആണോ? 1/4/4 1/16 ആവും, കാരണം ഡിനോമിനേറ്ററിൽ തന്നെ വരും. തേർഡ് പിക്ചർ ആകുമ്പോൾ എന്ത് വരും? ഈ 1/16 നമ്മൾ വീണ്ടും എത്രണ്ണാക്കി? വീണ്ടും 4 പീസാക്കി ആണോ? അതായത് ഒരു 1/16 നമ്മൾ വീണ്ടും 4 ആക്കി, അതല്ലേ ചെയ്തത്. അപ്പൊ എന്ത് വരും? 1/16/4 അല്ലെങ്കിൽ 1/16 into 4 എന്ന് വരും. അപ്പൊ 1/64 എന്ന് വരും. അപ്പൊ നമുക്ക് ആ സീക്വൻസ് എഴുതിക്കൂടെ? അപ്പൊ സീക്വൻസ് എന്ന് പറയുന്നത് എങ്ങനെ വരും? therefore ആ സീക്വൻസ് എന്ന് പറയുന്നത് ഈ രൂപത്തിൽ വരും. ഫസ്റ്റത്തെ 1/4 ആയിരുന്നു, പിന്നെ 1/16 ആയി, പിന്നെ എന്താണ് 1/64 ആയി, ഇങ്ങനെ പോകുന്ന സീക്വൻസ്. അപ്പൊ ഇതിന്റെ ജനറൽ ടേം എന്ത് വരും? ന്യൂമറേറ്റർ 1 തന്നെ, അതിൽ ഡൗട്ട് ഒന്നുമില്ല. ഡിനോമിനേറ്ററിൽ 4ന്റെ പവർ അല്ലേ, ഇത് 4 ഇത് 4 ക്യൂബ്. അപ്പൊ എന്ത് വരാം? 4n എന്ന് എഴുതാം. ഓക്കെ, ഇതായിരിക്കും കേട്ടോ ജനറൽ. ഇനി തേർഡ് എന്താ വെച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദി ഓൾ റെഡ് ട്രയാങ്കിൾ ഇൻ പിക്ചർ? അതായത് റെഡ് ട്രയാങ്കിൾസിന്റെ ഏരിയ ചോദിച്ചിട്ടുള്ളത്. റെഡ് ട്രയാങ്കിൾസിന്റെ ഏരിയ ഫസ്റ്റത്തെ 1/4 ആണ് ഒന്നിന്റെ ഏരിയ, ഒരു പീസിന്റെ ഏരിയ. അങ്ങനത്തെ എത്ര റെഡ് ഉണ്ട്? 3 എണ്ണം. അപ്പൊ 3 × 1/4 3/4 എന്ന് വരും. ക്ലിയർ ആണോ? ഇനി അടുത്തത് എന്ത് വരും? അപ്പോ ഒന്നിന്റെ ഏരിയ നമുക്ക് കിട്ടി 3/4 ആണെന്ന്. അപ്പൊ അടുത്തത് എന്ത് വരും? ഇതില് ഒന്നിന്റെ ഏരിയ എത്രയാണ്? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 1/16 ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അവിടെ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്? 9. അപ്പൊ എന്ത് വരും ഏരിയ? ഒന്നിന്റെ ഏരിയ നമുക്കറിയാം 1/16. അപ്പൊ അങ്ങനത്തെ 9 എണ്ണം. അപ്പൊ 9 × 1/16 അല്ലെങ്കിൽ 9/16 എന്ന് വരും കേട്ടോ. അതേമാതിരി ഈ ഫിഗറിൽ ഒരു കുഞ്ഞു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം 1/64 ആണെന്ന്. അങ്ങനത്തെ എത്ര ഉണ്ട്? 27 ഉണ്ട്. അപ്പൊ ടോട്ടൽ ഏരിയ എന്ത് വരും? റെഡ് ട്രയാങ്കിളിന്റെ 27/64 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഈ സീക്വൻസ് ഇങ്ങനെ പോകും. ഇതിന്റെ ജനറൽ ടൈം എങ്ങനെ വരും? xn എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ എന്താ? 3ന്റെ പവർ അല്ലേ, 3^1 3 സ്ക്വയർ 3 ക്യൂബ് അങ്ങനെ പോകുന്നു. അപ്പോൾ 3n. ഡിനോമിനേറ്ററിൽ ആരാ? 4ന്റെ പവർ ആണോ? 4^1 4 സ്ക്വയർ 4 ക്യൂബ് അങ്ങനെ പോകും. 4n. അപ്പൊ നമുക്ക് ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെ എഴുതാം, 3/4 n എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് 3ന്റെയും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടി. നമ്മള് അത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വേറെ ഉണ്ടോ ചോദിച്ചത്? നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ബ്ലൂ കളറിൽ എഴുതിയതാണ് 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. മറ്റേത് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ് കാണാം കേട്ടോ.